ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എവിടെയൊക്കെ പോകുന്നോ അദ്ദേഹത്തിന്റെ പിന്നാലെ ക്യാമറ കണ്ണുകൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് ഷൈൻ ടോം ചാക്കോ. ഹായ്. എന്താണ് ഈ മീഡിയാസിനോട് നമ്മൾ പൊതുവെ പറയില്ലേ, എന്തോ മീഡിയാസിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന രീതി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ മീഡിയാസിന് ഇപ്പോൾ ഒരു വസ്തു അനങ്ങുമ്പോഴാണല്ലോ അതിനെ കുറച്ചും കൂടി നോക്കി നിൽക്കുക, അനങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ചലനം സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ബോഡിയിലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പൊള്ളായിട്ടായിട്ട്. പക്ഷെ ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ വളരെ സോബർ ഒരു വ്യക്തിയല്ലേ? ഈ അനങ്ങുന്ന ചലനം സംഭവിക്കുന്നത് എല്ലാം കാറ്റുകൊണ്ടാണല്ലോ. ഈ കാറ്റില്ലാത്ത സമയങ്ങളിൽ അത് ഇപ്പൊ ഞാൻ അതായത് കാറ്റൊന്ന് ഉദ്ദേശിച്ചത് ഇനിയിപ്പൊ എന്റെ അടുത്തുനിന്ന് വരണ ചോദ്യങ്ങൾ അനുസരിച്ചിരിക്കാം. നമ്മളൊരു മോട്ടോർ എഞ്ചിൻ സ്റ്റാർട്ടായി പിന്നെ അത് ചൂടായി അതിനൊരു ഫുൾ ഫോമിലേക്ക് എത്തുള്ളൂ. തുടങ്ങുമ്പോഴേ ഒരു വണ്ടിയും ഒരു എഞ്ചിനും സ്പീഡിൽ പോവില്ലല്ലോ. പോയിന്റ്. ഷൈൻ ഒരു ഓപ്പൺ ബുക്കാണ്, പക്ഷെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല അതിൽ. വായി തോന്നി സംസാരിക്കും. അപ്പോൾ അവർക്ക് കൊതക്കി പാട്ടെന്ന് പറഞ്ഞ പോലെ അവർക്ക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക്. അതിപ്പം ഞാൻ പറയുന്നത് എന്നെ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും കിട്ടും അവർക്ക്, അവരെ കളിയാക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും കിട്ടും. ഇത് രണ്ടുമാണ് ഈ മീഡിയാസിൽ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലിൽ ഏറ്റവും അധികം വിറ്റ് പോകുന്ന സാധനം. ഒന്നെങ്കിൽ ആ വ്യക്തിയെ കളിയാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ആ വ്യക്തി മറ്റുള്ള മീഡിയാസിനെ കളിയാക്കുന്ന രീതിയിലും. അല്ല, ഞാൻ പറഞ്ഞത് ഈ രണ്ട് സാധനത്തിനാണ് കുറ്റം പറയുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. മറ്റൊരു വ്യക്തിയിൽ നിന്നും ചിലപ്പോൾ അത്രയും കിട്ടുന്നുണ്ടായിരിക്കില്ല. എൻ്റെ അടുത്ത് നിന്നാണ് പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് കൂടുതൽ. അതല്ല, അത് നമ്മൾ തുറന്നു പറയാന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷെ നമ്മൾ തുറന്നു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തുറന്നു പറയാൻ പറ്റുന്നത്. അങ്ങനെ പറയുന്നതാണ് കുറച്ചും കൂടി ഈസി എന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിൽ ഭയങ്കര നമ്മളതിന് എങ്ങനെയാണ് പറയുക, അതിനൊരു വാക്കുണ്ടല്ലോ, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇന്ന് ഷൈൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് താനാര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് താനാരയിൽ തന്നെ തുടങ്ങാം. എന്താണ് താനാരയുടെ ട്രെയിലർ കാണുമ്പോൾ എല്ലാം കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം കിളിപോയി. എന്തോ ടോട്ടലി എന്താ പറയുക, നമ്മൾ പണ്ട് പ്രിയദർശൻ്റെ ഒക്കെ ഏതോ സിനിമ കണ്ടതുപോലത്തെ ഒരു പ്രിയസാറിൻ്റെ ഇപ്പോൾ ബോയിങ് എന്ന് പറയുന്ന പോലെ അതിലുണ്ടല്ലോ ഒരു വീടുമായി ഒരു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ കേന്ദ്രീകരിച്ചുണ്ടാവുന്ന ഒരു പ്ലേ ഉണ്ടല്ലോ. ശരിക്കും സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് വേറെ രീതിയിൽ അവിടെ വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരെ മാറ്റി അപ്പുറത്ത് പോയിട്ട് അങ്ങനത്തെ ഒരു പ്ലേ ഉണ്ടല്ലോ. ആ ടൈപ്പ് പടമാണിത്. അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ ഇരിക്കുന്നത്. അങ്ങനത്തെ ചിത്രങ്ങൾ വളരെ കുറവാണ് ഈ സമയങ്ങളിൽ. അങ്ങനത്തെ ചിത്രങ്ങളാണ് ഞങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ പടം ചെയ്യാൻ തുടങ്ങുന്ന സമയങ്ങളിൽ ആ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കുറഞ്ഞു. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ സാച്ചുറേഷൻ പോയിന്റ് ആയല്ലോ. പിന്നീട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും ഹ്യൂമർ പടങ്ങളും കുറവാണ്. ഇപ്പം വീണ്ടും അത് വരുന്നുണ്ട്. ഇത് പക്ഷേ ഔട്ട് ആൻഡ് ഔട്ട് അങ്ങനത്തെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിക്കുന്ന ആൾക്കാരെ അല്ല, ശരിക്കും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ മറ്റു ക്യാരക്ടറെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നമ്മുടെ ജയറാമേട്ടനും മുകേഷ് ഏട്ടനൊക്കെ കൂടുതൽ കളിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ മുന്നിൽ. അങ്ങനത്തെ ടൈപ്പ് കഥയാണ്. ഓക്കെ. ഇപ്പൊ അങ്ങനത്തെ ഭയങ്കര കോമഡികൾ കുറവാണ്. ഇപ്പൊ നമ്മളെല്ലാം സിറ്റുവേഷണൽ കോമഡിയാണ്. ഒരു പക്ഷേ സിറ്റുവേഷനിലാണ് ആയിട്ടാണ് വരേണ്ടത്. അങ്ങനെ കൗണ്ടർ അടിച്ചിട്ടുള്ള കോമഡികളല്ല ഇതിനകത്തും. അങ്ങനെ ഡയലോഗ് കോമഡീസ് അല്ല. ഡയലോഗ് കോമഡീസ് വർക്ക് ആവുന്ന സിറ്റുവേഷനിൽ കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് വർക്ക് ആവുള്ളൂ. ഓക്കെ. നമ്മൾ പൊതുവെ പറയുന്നത് മലയാളം സിനിമയിലൊക്കെ ആണെങ്കിലും തമാശയുടെ ഒക്കെ ആ ഒരു നേച്ചറൊക്കെ എല്ലാം മാറി. അപ്പൊ ഇനി വീണ്ടും ആ കൈൻഡ് ഓഫ് ഒരു പടം വരുമ്പോൾ ആൾക്കാർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? അതിനെ നമ്മുടെ പുതിയ രീതിയിൽ ടെക്നിക്കലിയുള്ള ടെക്നിക്കാണല്ലോ മാറുന്നത് എപ്പോഴും. അപ്പോഴാണ് സിനിമ മാറുന്നത്. ഇപ്പം നമ്മൾ വളരെ പഴയൊരു സിനിമ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം അതൊരു എല്ലാം സ്റ്റേജിങ് പോലെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. ആളുകൾ അധികം അനങ്ങുന്നില്ല അല്ലേ? എല്ലാം സ്റ്റേജിലുള്ള സംഭവം ഷൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതിനുശേഷം ഇത് 360 ആയി ഇപ്പുറത്തെ സൈഡും കൂടി വരാൻ തുടങ്ങി. ഓപ്പോസിറ്റ് കട്ടുകളും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അഭിനേതാക്കളേക്കാൾ കൂടുതൽ നാച്ചുറലായിട്ട് അതിനുശേഷം വരുന്ന അഭിനേതാക്കളെ നമ്മൾ തോന്നും. അത് ടെക്നിക്ക് മാറുന്നത് കൊണ്ടാണ്. മറ്റേത് ഒരൊറ്റ ഫിക്സഡ് ഫ്രെയിം, അനങ്ങാത്ത ഫ്രെയിമിൽ നിന്നിട്ട് വന്ന് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള അഭിനേതാക്കൾ വരുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാമറ പുറത്തേക്ക് ഇറങ്ങും.
ഇവരുടെ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ചും കൂടി നാച്ചുറലായിട്ട് ആളുകൾ പെരുമാറുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ക്യാമറ മൊത്തം ഗിംബലിൽ മൂവ് ചെയ്യാണല്ലോ, മൂവി ആയിട്ടുള്ള ഷോട്ടുകളാണ് കൂടുതലും, ലെങ്തി ഷോട്ടുകൾ. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന അഭിനേതാക്കളായിട്ട് വരും. അതുകൊണ്ടാണ് പ്രേം നസീറിനേക്കാൾ നാച്ചുറലായിട്ട് സോമനും സുകുമാരനും, അതിനേക്കാൾ നാച്ചുറലായിട്ട് നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും അതിനേക്കാൾ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് പോലെ ഇപ്പോൾ വരുന്ന ഫഹദൊക്കെ അങ്ങനത്തെ ആക്ടേഴ്സൊക്കെ നമുക്ക് തോന്നുന്നത്. ടെക്നിക്ക് മാറുന്നതുകൊണ്ടാണ്. ഈ ടെക്നിക്കലി വരുന്ന മാറ്റം കൊണ്ട് പണ്ടത്തെ സംഭവം തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കണം, വിഷ്വലിയും സൗണ്ടും ഒക്കെ. അങ്ങനെ ആളുകളെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. സിനിമയിൽ നമ്മൾ കാണുന്ന ഷൈൻ ടോം ചാക്കോ അല്ല ഇന്റർവ്യൂവിൽ നമ്മൾ കാണുന്ന ഷൈൻ ടോം ചാക്കോ. അപ്പൊ നമ്മൾ തന്നെ ചോദിക്കുന്നു, താൻ ആരാ? ഇതില് റിയാലിറ്റി നിങ്ങൾ കാണുന്നത് ആ ക്യാരക്ടർ തന്നെയാണല്ലേ കാണേണ്ട കാര്യമുള്ളൂ. ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഞാൻ ആ ക്യാരക്ടറുമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇന്റർവ്യൂവിൽ ഷൈൻ ആണോ അതോ ഷൈൻ അവിടെ വേറെ ആണോ? ഞാനിപ്പോ വെറുതെ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെയായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ ആദ്യം വരുമ്പോ എന്നെ കണ്ടില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായില്ലേ കുറച്ച് കഴിഞ്ഞപ്പോ. അങ്ങനെ ഞാനൊരു 30 ഇന്റർവ്യൂ ഒക്കെ അടുപ്പിച്ച് ഒരു ദിവസം കൊടുക്കുമ്പോൾ അതിൽ തുടക്കത്തിൽ ഇന്റർവ്യൂവിലെ പോലെ ആയിരിക്കില്ല ഒരു 10 ഇന്റർവ്യൂ കഴിയുമ്പോൾ. അപ്പോഴേക്ക് ഞാൻ കൂടുതൽ ഓപ്പൺ ആവും, മനസ്സിലായേ? അത് 20-25 ആകുമ്പോഴേക്ക് ഓപ്പൺ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ക്ലോസ് ഇല്ല, മനസ്സിലായി? സംസാരിച്ച് ഫുൾ ഓണിലേക്ക് എത്തും. എൻഡിലേക്കൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ടയേർഡായി. സാധാരണ അങ്ങനെ സംഭവിക്കുക. സാധാരണ തുടക്കക്കാർക്കാണ് എല്ലാം കിട്ടുക, ഒടുക്കം എത്തുമ്പോഴത്തേക്കും അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല. തുടക്കത്തിൽ വളരെ കുറവായിരിക്കും. സംസാരിച്ച് നമുക്ക് ഓപ്പൺ ആവാൻ പറ്റുള്ളൂ. അതല്ലേ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പുതിയൊരാളുടെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമേ ഫുള്ളായിട്ട് പറഞ്ഞു തുടങ്ങില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ അടുത്താണെങ്കിൽ പോലും സംസാരിച്ച് ആണല്ലോ കൂടുതൽ ഓപ്പൺ ആവുന്നത്. എന്താ പറയുക, പൊതുവെ നമ്മൾ പറയില്ല, സ്ക്രീനിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുകയും ഇന്റർവ്യൂവിൽ വന്ന് നമ്മൾ കുറച്ചിത്തിരി നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ മീഡിയക്ക് തന്നെ അങ്ങനെ കാണാനായിരിക്കും ഇഷ്ടം. നമ്മൾക്ക് തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്ത് അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവുമല്ലോ, വളരെ ഒതുങ്ങിയും പൊളൈറ്റായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഷൈൻ പണ്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നത് ഇങ്ങനെയല്ല, ഇപ്പോഴല്ലേ ഇന്റർവ്യൂ കൊടുത്തിരുന്നത് വളരെ ചുരുക്കം ഇന്റർവ്യൂസ് ആണ്. അത് ഇത്രയും ഇന്റർവ്യൂസ് കൊടുത്തിട്ടില്ല, വളരെ ചുരുക്കം. ഒരു ദിവസം അന്ന് ഇങ്ങനെയായിരുന്നു, അങ്ങനെ ആവാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നന്നായിട്ട് വായിക്കുമോ? ഇല്ല, വായിക്കാൻ എനിക്ക് ഇഷ്ടമേ അല്ല, ഞാൻ വായിക്കാറുമില്ല. ഞാൻ ബാലനെ പോലും ചെറുപ്പത്തിൽ അനിയത്തി വായിച്ചിരുന്നതാണ് വായിക്കുക. ഞാനിതൊക്കെ കാഴ്ചയിൽ നിന്നുണ്ടാവുന്ന അറിവിനെ കുറിച്ചാണ് പറയുന്നത്, അറിവല്ല, ഇൻഫോർമേഷൻ. ഒരു വ്യക്തിക്ക് വായിച്ചറിയാം, കേട്ടറിയാം, അനുഭവിച്ചറിയാം. 3 വഴികളിലൂടെയാണ് അറിവ് നമ്മളിലേക്ക് എത്തുന്നത്, നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച്. എനിക്ക് കേട്ടറിയാനും കണ്ടറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലേ? വായിച്ചതുകൊണ്ട് എല്ലാവർക്കും ഉള്ളിൽ കയറണമെന്നില്ല. വായിച്ചാൽ ഉള്ളിൽ കയറുന്നവരുണ്ട്, അപ്പോൾ അവർ ആ വഴിയായിരിക്കും എപ്പോഴും ഇൻഫോർമേഷൻ എടുക്കുക. കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, അപ്പോൾ അവർക്ക് വെറുതെ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, അതായിരിക്കും ഉള്ളിൽ കയറുക. പിന്നെ അനുഭവിച്ചറിയുന്നവർക്ക് അത് അനുഭവത്തിലൂടെ അവർക്കാണ് പൂർണ്ണമായിട്ട് കിട്ടുക എന്ന് പറയാം, അനുഭവിച്ചറിയുന്നവർ. ഇപ്പോൾ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചറിഞ്ഞവരും അത് കേട്ടറിഞ്ഞവരും വായിച്ചറിഞ്ഞവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? വളരെ ചൂടായിരുന്നു ഇന്ന് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ വളരെ ചൂടായിരുന്നു ഇന്ന്, അപ്പോൾ ചൂട്. അത് കേട്ടറിയുന്നവർ അന്ന് ഭയങ്കര ചൂടായിരുന്നടാ, അപ്പോൾ അനുഭവിച്ചറിയുന്നവർക്കാണോ ഇത് പൂർണ്ണമായിട്ട് കിട്ടുക, ചൂട് അനുഭവിച്ച്. പക്ഷേ അയാൾക്ക് ചിലപ്പോൾ അത് പുറത്ത് പറയാൻ പറ്റില്ലായിരിക്കും ആ രീതിയിൽ, അല്ലെങ്കിൽ എഴുതാനും പറ്റില്ലായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും അയാളോട് ചോദിക്കുന്ന സമയങ്ങളിലും അയാൾ പറയുന്ന കഥകളിലോ ഇൻഫർമേഷനിലോ അത് കറക്റ്റായിട്ട് അയാൾക്ക് പറയാൻ പറ്റും. വായന ഇല്ലാന്ന് പറഞ്ഞു, പക്ഷെ ഫിലോസഫി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പഠിക്കുന്നത് എവിടുന്നാ? ഇതെല്ലാം അങ്ങനെ തന്നെ അല്ലേ? ഫിലോസഫി എഴുതുന്നത് ആളില്ലേ, ആദ്യമായിട്ട് ഫിലോസഫി കണ്ടുപിടിച്ച ആള്, അയാൾ എവിടെന്നാ പഠിച്ചത്? ജീവിതത്തിൽ നിന്നാണ് ഒരാൾ കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ ആണ് പഠിക്കുന്നത്. അതിനെയാണല്ലോ പിന്നെ ഒരു പാഠവിഭാഗമായിട്ടും ഒരു പുസ്തകത്തിലേക്കൊക്കെ എഴുതുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അറിവ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. എല്ലാ അക്കാഡമിക്കായിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ആദ്യമായിട്ട് എഴുതുന്ന വ്യക്തി എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? വേറൊരു പുസ്തകത്തിൽ നിന്നല്ല, ആദ്യത്തെ പുസ്തകം എഴുതുന്ന ആൾ അയാളുടെ ചുറ്റുപാടിൽ നിന്നല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. അത് ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഒബ്സർവ് കുറച്ചും കൂടി ഉണ്ടാവും. അത് നാച്ചുറലി അല്ലെങ്കിൽ അങ്ങനെ വരുന്നതാണ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടിയും അയാളുടെ ഉള്ളിലേക്ക് കയറും. അത് കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ടല്ല, അയാളുടെ ആ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അയാളെല്ലാം ശ്രദ്ധിക്കും. മോഹൻലാലിൻ്റെ ഭയങ്കര ഫാനാണ് എന്ന് പറഞ്ഞു.
ചെറുപ്പത്തിലെല്ലാം ലാലേട്ടനായിരുന്നു കൂടുതലും എന്ന് പറഞ്ഞു. ആ ഒരു ലാലേട്ടൻ ഭ്രമം അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ പക്ഷെ ലാലേട്ടന്റെ കൂടെ നമ്മൾ അഭിനയിച്ചിട്ടില്ല, ഇതുവരെ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പൊ പരിചയപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 100 എത്ര സിനിമ ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്നത്? 100 പടം കഴിഞ്ഞില്ലേ? വിവേകാനന്ദ വൈറലായിരുന്നു 100ാമത്തെ പടം. എന്നിട്ട് ഇതുവരെ ലാലേട്ടന്റെ കൂടെ കൂടിയില്ല. ഇല്ല. വൈ? അതാണ് ചില ഭൂമിയിലുള്ള ചില രസകരമായ സംഭവങ്ങളാണത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ ഭൂമിയിൽ കണ്ടുമുട്ടാറും കൂടിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയെ നമ്മൾ കാണാറും കൂടിയില്ല. ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടകാലം നമ്മൾ ആ ഭൂമിയിൽ കഴിയേണ്ടത് വരുന്നത്. എന്നിട്ട് അവസാനം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അയാളെ കാണുന്നത്, ഏത് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്നിട്ടുള്ള ആളെ. അല്ല, ഞാൻ പറയാം, അങ്ങനത്തെ ചില രസകരമായ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിൽ ജീസസ് ക്രൈസ്റ്റ് ജനിച്ച സമയത്ത് 3 രാജാക്കന്മാർ കാണാൻ ചെന്നു എന്ന് പറഞ്ഞില്ലേ, അതല്ലാതെ വേറൊരു രാജാവും കൂടി ഉണ്ടായിരുന്നു. അയാളുടെ ഇടയ്ക്ക് എവിടെയോ വഴിതെറ്റി. അയാൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ജീസസിനെ കാണാനായിട്ട്. അയാളുടെ ഇടയ്ക്ക് എവിടെയോ വഴിതെറ്റി. അയാൾ ലാസ്റ്റ് ജീസസിനെ കാണാനുള്ള പോയിന്റ് എത്തുമ്പോൾ ജീസസ് കുരിശിലാണ്. ദാറ്റ്സ് സ്റ്റോറി. ലൈക്ക് അങ്ങനത്തെ സ്റ്റോറി ബൈബിളിൽ ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കഥകളിൽ നിന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. അത്ര വർഷങ്ങൾക്ക് 33 വർഷങ്ങൾക്ക് ശേഷം അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ട് വരും. വഴി തെറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അന്ന് നമ്മൾക്ക് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് പിടിച്ചു പോകാൻ പറ്റില്ലല്ലോ. ആ വഴി തെറ്റിൽ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്ന് വാർത്തകൾ അറിയാൻ പറ്റുന്നില്ല, ജനിച്ചിട്ടുണ്ടോ ജനിച്ചിട്ടില്ലേ എന്നുള്ള. ലാസ്റ്റ് അയാൾ ജീസസിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഗഗുൽത്തായിൽ കുരിശിലായിരുന്നു ക്രൈസ്റ്റ്. ആ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ അതാണ് ലൈഫിൽ അതങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തതിൽ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പറയാം? ലാലേട്ടൻ അങ്ങനെ ക്ലോസ് ആയിട്ടും കൂടി പരിചയപ്പെട്ടിട്ടും കൂടി ഇല്ല. ജസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ അമ്മയുടെ ഷോയുടെ സമയത്ത്. അത്രേ ഉള്ളൂ. അമ്മയുടെ ഷോ ലാലേട്ടൻ പോണ സമയത്ത് ലാലേട്ടൻ പോണപ്പോൾ ലാലേട്ടൻ ഷൈൻ ടോം ഓക്കെ ഞാൻ ലാലേട്ടൻ ഓക്കെ. പക്ഷെ അതപ്പോൾ ഒരു ഡയറക്ടേഴ്സും ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല. ഞങ്ങൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ലാലേട്ടനുണ്ട്, ഞാനും ഉണ്ട്. പക്ഷെ ഞങ്ങൾ വേറെ വേറെ ദിവസങ്ങളിലായിരുന്നു ഷൂട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും ഒരുമിച്ചൊരു സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ടിട്ടില്ല, പക്ഷെ അപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ മമ്മൂക്കയുടെ ഒപ്പം നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ. കറുത്ത പക്ഷികളിൽ അല്ലേ? രാപ്പകൽ, കറുത്ത പക്ഷികൾ, ഡാഡിക്കോൾ. അപ്പൊ ശരിക്കും കൂളാണ് മമ്മൂക്ക. മമ്മൂക്ക ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് മമ്മൂക്കാനെ അന്ന് ലാലേട്ടനെ നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ലാലേട്ടൻ കുട്ടികളുമായിട്ട് ഭയങ്കര കോംബോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ കെമിസ്ട്രി. ലാലേട്ടൻ ഇപ്പോൾ ഉണ്ണികളയിൽ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും കുട്ടികളായിട്ടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, അതും പിന്നെ കുട്ടിക്കളി ഉണ്ടല്ലോ, ഓട്ടം ചാട്ടം, പിന്നെ പാട്ട്, പിന്നെ ഇടി തമാശകൾ, ഇതൊക്കെയാണ് നമ്മളെ അടുപ്പിക്കുന്നത് കൂടുതൽ. നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരുന്നത്. കുട്ടികളായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി മുതിർന്ന ആളുകളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടായിരുന്നു നമ്മൾ കുറച്ചും കൂടി. ആ കുട്ടിക്കാലത്താകുമ്പോൾ നമുക്ക് അത്രയും സീരിയസ്നെസ്സിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. പക്ഷെ ഗ്രാജുവലി നമ്മൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ മാറുന്നത് ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറിലേക്ക്. അതായത് ന്യൂഡൽഹിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് അമരം ചെയ്യുന്ന വ്യക്തിയും. മനസ്സിലായ ആ പരമ്പര പോലെയുള്ള പടങ്ങളിലും ഡബിൾ റോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം വ്യക്തിയുടെ വ്യത്യാസങ്ങൾ, ഡബിൾ ക്യാരക്ടർ ചെയ്യുന്നത്. നായർ സാബ്, അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ്, പിന്നെ ന്യൂഡൽഹി, തനിയാവർത്തനം, പിന്നെ അമരം എന്ന് പറയുന്ന പടമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മമ്മൂക്കയും കൂടിയായി അതിലേക്ക്, ലാലേട്ടനും മമ്മൂക്കയും. ബാക്കി ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഇവരാണ്. ലീഡ് ക്യാരക്ടർ ചെയ്യുന്നവർക്കാണല്ലോ ഈ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 വ്യക്തികളായിരുന്നു അപ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്.